ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുമ്പോഴും ഉത്കണ്ഠ വരാം. ഇടയ്ക്ക് അങ്ങനെയൊക്കെ വരാം. സ്ട്രെസ്സിന് പല കാരണങ്ങളുണ്ടാകും. അതാ ഞാൻ പറഞ്ഞ ഇല്ല, നമ്മൾ ഹാപ്പി എന്ന് പറയുന്നത് കുറച്ച് സമയമേ ഉള്ളില്ലേ. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അത് ആ ദിവസത്തേക്ക് കാണത്തുള്ളൂ. നാളെ ഇതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു വിഷമം വന്നാലോ, നമുക്ക് സ്ട്രെസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് അതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കും, നാളെ ദുഃഖിക്കും, ഒരു മാസം വരെ ഈ ദുഃഖം കൊണ്ട് നടക്കും. ശരിയല്ലേ? ശരി. സ്ട്രെസ് പഠന സംബന്ധമായ എന്താണ് സ്ട്രെസ്? ഓവർ തിങ്കിങ്. സ്ട്രെസ് മൈൻഡ് സെറ്റ്. എന്താണ് സ്ട്രെസ്സിന് കാരണം? കോംപ്ലക്സ് ഉണ്ട്. കുറച്ച് കുറിച്ച് ആലോചിക്കുന്നില്ലേ? എപ്പോഴും നല്ല സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമുക്ക് സ്ട്രെസ് ഇല്ലായിരുന്നു. അപ്പൊ എങ്ങനെ സ്ട്രെസ് വന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിലെ ചുറ്റുപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരുമാകാം എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ആഹാരം കഴിക്കാതിരിക്കും നമ്മുടെ കുട്ടികളെ ഭയപ്പെടുത്തത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പൊ പല സങ്കല്പങ്ങൾ വരാറില്ലേ? ചില രൂപങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ നമ്മൾ സങ്കല്പിക്കാറില്ലേ? അപ്പൊ സ്ട്രെസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഉള്ളിലെ ഭയത്തിനെ മാറ്റിയാൽ മതിയല്ലോ, സ്ട്രെസ് മാറില്ലേ? അപ്പൊ ഇനി ഭയത്തിന് കാരണം എന്താണ്? സ്ട്രെസ് മാറ്റിയാൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ ഭയത്തിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് മാറും ഇല്ലേ? അപ്പൊ ഭയത്തിന് കാരണം ഉണ്ടാവുമല്ലോ. എന്താണ് ഭയത്തിന് കാരണം? ഇനി പറയാത്തതൊക്കെ പറയണേ. പേരെന്താ? ആശിഷ്. പേടിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. റോഡ് ക്രോസ് ചെയ്തില്ലേ? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലേ? അപ്പൊ ഭയം പലതരത്തിലുള്ള ഭയം ഉണ്ടല്ലേ? എന്താണ് ഭയത്തിന് കാരണം? ആരായിട്ട് ഈ പറയുന്നത് ഭയത്തിന് കാരണം? ഞാൻ വന്നപ്പോഴേ മുഖം അങ്ങോട്ട് തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടി. ഉള്ളിലെ ഭയമല്ല അങ്ങോട്ട് തിരിച്ചത്. എന്താണ് ഭയം? ഭയത്തിന് കാരണം ഇതൊക്കെ തന്നെ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരുന്ന ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ഭയം. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾ വേറെ, നമ്മൾ വേറെ എന്നുള്ള സെപ്പറേറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഭയത്തിന് കാരണം? നമ്മൾ ഭയത്തിന്റെ കാരണം നമ്മൾ മുന്നോട്ട് പോവാണ്. അറിവില്ലായ്മയിൽ നിന്നല്ല ടീച്ചറിനോട് ഭയം ഉണ്ടായിരിക്കുന്നത്. ഭയത്തിന് കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. ഇപ്പൊ വാവാ സുരേഷിനെ സംബന്ധിച്ച് നമുക്കെല്ലാവരും പാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമല്ലോ ഇല്ലേ? പലർക്കും പാമ്പിനെ പേടി ഉണ്ടായിരിക്കും, പാമ്പിന്. പക്ഷെ വാവാ സുരേഷിനെ സംബന്ധിച്ച് പാമ്പിനെ പേടിയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആ പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള എന്തുണ്ട്? അറിവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭയമില്ലാത്തത്. നമ്മൾ മൃഗശാലയിൽ ചെല്ലുവാണെങ്കിൽ സർക്കസ് കാണാൻ പോകുമ്പോൾ പുലിയെ സിംഹത്തിനെയൊക്കെ കൊണ്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് ആ മൃഗത്തിനോട് പേടിയുണ്ടോ? ഇല്ല. അപ്പം ഭയത്തിന് കാരണം എന്താണ്? നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ഉള്ളിലെ ഭയത്തിന് കാരണം. അപ്പൊ ഭയം മാറ്റാൻ എന്ത് വേണം? അറിവ്. നമ്മൾ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ പുസ്തകം വായിച്ചു അല്ല, നമ്മൾ പത്രം വായിച്ചു അല്ല, നമുക്ക് കിട്ടുന്ന എന്താണ്? ഇൻഫർമേഷനാണ്, വിവരണമാണ് നമുക്ക് കിട്ടുന്നത്. ഇൻഫർമേഷൻ, അറിവല്ല കിട്ടുന്നത്, വിവരണമാണ് ഇല്ലേ? ഇതെങ്ങനെ അറിവായിട്ട് മാറുന്നത്? പെർമിഷൻ
അറിവ് നേടണമെങ്കിൽ എന്ത് വേണം? അറിവ് നേടണമെങ്കിൽ, അറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആർക്ക് പറയാം? നമുക്ക് ധൈര്യം വേണം. ധൈര്യം ഉള്ള ഒരാൾക്ക് മാത്രമേ അറിവ് കിട്ടുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, ഇല്ലേ, നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട്. നിങ്ങളുടെ കർമ്മം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മം, ഇല്ലേ? ആ കർമ്മം പൂർണ്ണമായി വിജയത്തിൽ എത്തിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് നല്ല ആത്മധൈര്യം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഭയം കെടുക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുകയില്ല. അല്ലെങ്കിൽ കയറിയാൽ തന്നെ കുറെ കഴിയുമ്പോൾ പിന്നീട് അതെന്തെയും മറന്നു. മറവിക്ക് എല്ലാം കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലെ ഭയങ്ങളൊക്കെയാണ്. ഈ ഭയത്തിനെ എല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അറിവ് നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അറിവ് നേടണമെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. എന്ത് വേണം? ആത്മധൈര്യം. ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ബാബ സുരേഷിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അവിടെ ധൈര്യം എങ്ങനെയാണ്? നമുക്ക് പാമ്പിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്ത് വേണം? ആ പാമ്പിന്റെ അടുത്തേക്ക് ചെല്ലണ്ടേ? എങ്കിലും അതിന് നമുക്ക് കിട്ടുന്ന അറിവാണ്, ഇൻഫർമേഷൻ ആണ്. ഇത് നമുക്ക് ഈ വിവരണം അറിവായി കിട്ടണമെങ്കിൽ അതിന് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകില്ലേ? ആ വിവരണത്തിന്, ആ കിട്ടിയ വിവരണങ്ങൾ നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്താകുമ്പോൾ അതെന്തായി മാറും? നോളജായി മാറും. മനസ്സിലാണോ? ആ നോളജായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഈ ധൈര്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. നമ്മൾ എവിടുന്ന് തുടങ്ങി? സ്ട്രെസ്സിൽ നിന്ന് തുടങ്ങിയില്ലേ? നമ്മുടെ മനസ്സ് ആത്മധൈര്യം വേണം. ധൈര്യം വേണമെങ്കിൽ ഇനി എന്ത് വേണം? ധൈര്യം വേണമെങ്കിൽ എന്ത് വേണം? പേടി തരുമ്പോൾ നിങ്ങളുടെ ഹൃദയം തട്ടപ്പെടുന്ന ഇരിക്കാറില്ലേ? ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ ഭയം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സമയത്ത്, പരീക്ഷ എഴുതുന്ന സമയത്ത് നെഞ്ചിടിപ്പ് ഉണ്ടാകാറില്ലേ? ഇല്ലേ? ഒരാഴ്ച മുമ്പൊക്കെ ചിലവർക്കുണ്ടാകാം, ചിലവർക്കുണ്ടാകില്ല, ഇല്ലേ? നമ്മുടെ പ്രാണനെ അറിയണം. എന്താണ്? നമ്മുടെ പ്രാണനെ അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ധൈര്യം കിട്ടത്തുള്ളൂ. എന്തിനെ അറിയണം? നമുക്ക് നമ്മുടെ ഉള്ളിലെ ധൈര്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്തറിയണം? നമ്മുടെ ഉള്ളിലെ പ്രാണനെ അറിയണം. ശ്വാസവും പ്രാണനും ഒന്നാണ്, രണ്ടും രണ്ടാണ്. നമുക്ക് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇൻഹേൽ, എക്സേൽ. ശ്വാസവും പ്രാണനും ഒന്നാണോ? രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞ പ്രാണനെ ആർക്കെങ്കിലും തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. നമ്മള് ഒന്നും മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെങ്ങനെ നടക്കാൻ പഠിച്ചത്? വീണിട്ടല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ നടക്കാതിരിക്കുമെങ്കിൽ നമുക്ക് ഇതുപോലെ നടക്കാൻ പറ്റിയേ ഇല്ലല്ലോ. പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോടൊപ്പം തന്നെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ മെമ്മറി എല്ലാം കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു വന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെയാണ് മനസ്സിനെ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ആ 80% രോഗങ്ങൾ എന്താണ്? മാനസികമാണ്, 20% ശാരീരികം. അപ്പൊ നമ്മൾ മനസ്സിനെ ശാന്തമാക്കുകയും വേണം. നമ്മുടെ കർമ്മത്തിൽ വിജയിക്കണമെങ്കിൽ, നമ്മുടെ പഠനത്തിൽ നല്ല മികവ് പുലർത്തണമെങ്കിൽ മനസ്സിനെ ശാന്തമാക്കണം. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, ഇല്ലേ? ശാരീരികമായി ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും പനിയോ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകണം. ഇനി നമ്മൾ സ്വപ്നം കാണാറില്ലേ? ഈ ഇരിക്കുന്ന എല്ലാവരും ഓർത്ത് സ്വപ്നം കാണാറുണ്ടല്ലോ, ഇല്ലേ? പേടിക്കുന്ന സ്വപ്നവും കാണാറില്ലേ? ഭയപ്പെടുത്തുന്ന സ്വപ്നം. കൂടുതൽ സ്വപ്നത്തിൽ ചിലവരൊക്കെ പാമ്പുകൾ വരാറുണ്ട് സ്വപ്നത്തിൽ, ശരിയല്ലേ? മിക്കവാറും എല്ലാവരുടെയും ഉറപ്പിൽ പാമ്പ് വരാറുണ്ട്, ഉണ്ടല്ലോ. വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്ക് കാണട്ടെ. എല്ലാവരും 100%. ആർക്കും വരാതിരുന്നിട്ടില്ല. മിക്കവാറും എല്ലാവരും പാമ്പിനെ ആനയെ കണ്ടിട്ടുള്ളവരുണ്ടാവും.
കുറവായിരിക്കും. പാമ്പിനെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭയമാണ്. അപ്പൊ നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെടുത്തുന്ന സ്വപ്നം കാണുവാണെങ്കിൽ നമ്മുടെ നെഞ്ചിടിക്കാറില്ലേ? പേടിക്കുന്ന സ്വപ്നമാണ് അല്ലല്ലോ. ശരീരത്തിന്റെ പല ഭാഗങ്ങളും ദൗർബല്യമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചിട്ട് രോഗങ്ങളുണ്ടായി നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാരുടെ അടുക്ക് ചിലപ്പോൾ ഡോക്ടർമാർ പറയത്തില്ലേ, ചിലത് ചികിത്സിച്ചിട്ട് ഭേദമാകാത്തതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് തന്നെ ചിലപ്പോൾ കണ്ടെത്താൻ സാധിക്കത്തില്ല. അത് ഇതുമൂലമൊക്കെ സംഭവിക്കുന്ന പലതുമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളിൽ കിടക്കുന്നത് പലതും. അപ്പം 100% രോഗങ്ങൾ എന്തായപ്പം മാനസികമായി ഇല്ലേ? എന്തെങ്കിലും രോഗങ്ങൾ ശാരീരികമായിട്ടുണ്ടോ? അപ്പൊ എല്ലാം വന്ന രോഗങ്ങൾ എങ്ങനെയാണ്? മനസ്സിൽ നിന്നാണ് എല്ലാവിധ രോഗങ്ങളും വന്നത്. അപ്പൊ നമുക്ക് നല്ല ആരോഗ്യത്തോട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മനസ്സിനെ അറിഞ്ഞാൽ മതി ഇല്ലേ? അപ്പം ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചേ, എല്ലാവിധ രോഗങ്ങളും അപ്പം കാരണം എന്താണ്? ക്യാൻസർ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കും കാരണം എന്താണ്? ഒറ്റ വാക്കി പറഞ്ഞു. നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും കാരണം ഒറ്റ വാക്കി പറ. ആരാ പറയുന്നത്? ആർക്ക് വേണേലും പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും ക്യാൻസർ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കും കാരണം എന്താണ്? അജ്ഞാനമാണ്. എന്താണ്? ജ്ഞാനം നേടിയാൽ പോലെ. അജ്ഞാനത്തിന് ഓപ്പോസിറ്റ് എന്താണ്? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ദുഃഖങ്ങളില്ലേ? നമുക്ക് എത്ര തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്? എന്താ പറഞ്ഞേ? നമുക്ക് എത്ര തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്?